വെറും 19 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി നിരന്തരമായിട്ട് ഭർത്തൃമാതാവിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന വാക്കുകൾ, നീ വെറും 20 ദിവസം മാത്രമല്ലേ നിന്റെ ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ, നിനക്ക് വേറെ വഴി നോക്കിക്കൂടെ, നിനക്ക് ഇവിടുന്ന് പൊയ്ക്കൂടെ, നിനക്ക് വേറെ കല്യാണം കഴിച്ചൂടെ. ഇങ്ങനെയുള്ള ഏറ്റവും വേദനിപ്പിക്കുന്ന വാക്കുകൾ. സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള വേദനകൾ സ്വന്തം ഭർത്താവ് വിളിക്കുന്ന സമയത്ത്, അയാളുമായി പങ്കുവെക്കുന്ന സമയത്ത് ഒരു വാക്കെങ്കിലും ആശ്വാസമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അവളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ഒരുപക്ഷെ ആ ഉണ്ടായ മാനസികമായിട്ടുള്ള വ്യതകളെല്ലാം മറക്കാൻ വേണ്ടി ആ ഒറ്റ വാക്ക് മതിയാവും. പക്ഷെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഭർത്താവും ഇതല്ലെങ്കിൽ ഇതിനപ്പുറമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്റെ നിറം കറുപ്പാണ്, നിന്നെ കാണാൻ കൊള്ളില്ല, നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് പഠിപ്പില്ല, വിദ്യാഭ്യാസമില്ല, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഇതൊക്കെ നിന്റെ ന്യൂനതകളാണ്. ഇങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന, എന്നാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് 20 ദിവസമൊക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന വിരഹം എന്ന് പറയുന്നൊരു കാര്യം കൂടിയാണ്. അവിടെ സ്നേഹമുണ്ടെങ്കിൽ ആ വിരഹത്തിൻ്റെ വേദന രണ്ടുപേർക്കും വലുതായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പെൺകുട്ടിക്ക് മാത്രമാണ് അത്തരത്തിലൊരു കാര്യം ഉണ്ടായിരുന്നത്. കാരണം അവൾ പിന്നീടും ആഗ്രഹിച്ചിരുന്നത് അയാളെ തന്നെ വേണം, അയാളോടൊപ്പം മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. ചില സ്ത്രീകളുണ്ട് അങ്ങനെയാണ്, എത്ര തിരികെ സ്നേഹിച്ചില്ലെങ്കിലും അയാളുടെ സ്നേഹം മാത്രം മതി, സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവസാനം വരെ അയാളുടെ ഭാര്യയെ കഴിഞ്ഞാൽ മതി എന്നൊക്കെ മാത്രം വിചാരിച്ചു കഴിയുന്ന, സ്വന്തം ജീവിതം തുലയ്ക്കുക മാത്രം ചെയ്യുന്ന, നശിപ്പിക്കുക മാത്രം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. അവർ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ നമ്മുടെ ഭർത്താവായാലും ഇനി ഏത് തരത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയായാലും, അത് എത്ര വലിയ ബന്ധങ്ങളായാലും, നമ്മളെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, അവർ ഇന്ന് നമ്മളോട് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ നമുക്കവരെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഊർജം അല്ലെങ്കിൽ ഒരു മനസ്സിൻ്റെ കട്ടി പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആരെ സ്നേഹിച്ചു കഴിഞ്ഞാലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് എന്നുള്ള ഒറ്റ വാക്ക്, അത് മനസ്സിൽ അടിയുറപ്പിച്ച് വിശ്വസിച്ചു കൊണ്ട് മാത്രം പോകുക എന്നുള്ളതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ കാണുന്നതാണ്, സ്വന്തം പിതാവ് തന്നെ ജന്മം നൽകിയ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന, ഗർഭിണിയാക്കുന്ന അത്രയും വലിയ ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഈ പെൺകുട്ടിയുമായിട്ട് ചേർത്ത് വെക്കപ്പെട്ട് വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ എന്ന് തന്നെ പറയണം. ഇത് ആത്മഹത്യ ആണെങ്കിലും ഇത് ഇത്തരത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതാണ്. അതായത് മാനസികമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പീഡനങ്ങൾ. ഇനി എന്തൊക്കെ ഇതിലപ്പുറം വാക്കുകൾ അവൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവൾക്ക് മാത്രം അറിയപ്പെടുന്നതാണ്. അത് മണ്ണിൽ ഈ പറയുന്ന അവളോടൊപ്പം അലിഞ്ഞു ചേർന്ന് പോയൊരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും പുറത്തു വരികയില്ല. സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അവനോടൊപ്പം മാത്രമേ ജീവിക്കൂ എന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വിളിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വിച്ഛേദിക്കുമെന്നൊരു പേടിയും ആ പെൺകുട്ടിയിൽ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറച്ചു വെച്ച ഒരുപാട് സത്യങ്ങൾ കാണും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് പീഡനങ്ങളൊന്നും ഇത്തരത്തിൽ സഹിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ സഹിച്ച് നമ്മൾ സഹികെട്ട് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിന് മാത്രമായിരിക്കും നഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ജീവൻ വെടിഞ്ഞത്, നമ്മൾ മരിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ്, 1 മാസം പോലുമില്ല, സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം അങ്ങനെയാണല്ലോ കാലം എന്ന് പറയുന്നത്, അതിനുള്ളിൽ തന്നെ അടുത്തൊരാളെ കണ്ടെത്തുന്ന അത്രയും നല്ല ഊർജ്ജസ്വലരായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്, ബോബി ചെമ്മണ്ണൂറിൻ്റെ ഒരു കേസ് ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനോട് ചേർത്ത് വായിക്കുക എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു അർത്ഥത്തിലേക്കാണ് പറയുന്നത്. അതായത് വാർത്തയിൽ കണ്ട ഒരു കാര്യമാണ്, ബോബി ചെമ്മണ്ണൂറിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിരീക്ഷിച്ചൊരു കാര്യമുണ്ട്. മറ്റൊരാളുടെ ശരീരപ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ശാരീരിക ഘടനയെക്കുറിച്ചൊക്കെ മോശമായിട്ടുള്ള രീതിക്ക് കമൻറ്റുകൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല ഒരു പ്രസ്താവന. ഇത് ആ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, അങ്ങനെ ഒരു പ്രസ്താവന വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് എടുത്തു വയ്ക്കുന്നത്. ഇതൊരു ഘട്ടത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം ആ പെൺകുട്ടിയുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ, അവളുടെ നിറത്തെ അല്ലെങ്കിൽ അവളുടെ കഴിവുകളെ പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് നിരന്തരമായിട്ട് കേൾക്കുന്ന സമയത്ത് മിടുക്കിയായി പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി പിന്നീട് പെട്ടെന്ന് തന്നെ വിഷാദത്തിലേക്ക് കടന്നു പോകുന്നു. അത് അധ്യാപകരായിട്ട് തന്നെ വീട്ടിൽ അറിയിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എത്രമാത്രം വേദന ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും ആ പെൺകുട്ടി ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നൊരു സംഭവം. എന്നാണ് നമ്മുടെ സമൂഹം മാറുന്നത്, എന്നാണ് നമ്മുടെ സമൂഹത്തിന് മാറ്റം ഉണ്ടാകുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഈ കറുപ്പ് വെളുപ്പ് ഇതിലൊക്കെ എന്താണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം പോലും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഒരുപാട് നിറമുള്ള ആൾക്കാരെ നോക്കി, അല്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന
സൗന്ദര്യം നോക്കി, ഒരുപാട് സ്ത്രീധനം നോക്കിയിട്ട് എന്ത് സ്വസ്ഥതയാണ് കിട്ടുന്നത്, എന്ത് സമാധാനവും കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാശാണെന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ എന്തോ വലിയൊരു സംഭവം ഈ കാശ് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മടയന്മാർ അല്ലെങ്കിൽ മണ്ടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാശില്ലാത്ത ആൾക്കാരൊക്കെ ഈ പറയുന്ന കണക്ക് മന്ദബുദ്ധികളോ അല്ലെങ്കിൽ കൊള്ളാത്ത ആൾക്കാരൊക്കെ ആയിപ്പോവും അവരുടെ കാഴ്ചപ്പാട്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനസ്സിലാക്കുന്നില്ല ഇത്തരത്തിലുള്ള ആൾക്കാർ. എന്നാൽ ഈ പറയുന്ന സൗന്ദര്യം കൂടി എന്ന് പറയപ്പെടുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നിറം കൂടുതൽ എന്നുള്ള അർത്ഥത്തിലേക്കാണ്. പണ്ടൊക്കെ കാലത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പറയുന്നതെന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് അതൊരു കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കാണുന്ന സമയത്ത് ആ മുഖം കാണുന്ന സമയത്ത് ഒരു ഐശ്വര്യം എന്ന് പറയുന്നു. ആ ഐശ്വര്യത്തിന് വെളുത്ത നിറം വെള്ളപ്പാണ്ട് വേണമെന്നൊന്നുമില്ല. കറുത്ത നിറമായി കഴിഞ്ഞാലും ഐശ്വര്യം ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അത് പക്ഷേ ഇന്ന് കുറേ കാലമായിട്ട് വരുന്ന സമയത്ത് ഐശ്വര്യം എന്ന വാക്കിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു നിറം വെളുപ്പ് മാത്രമായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സത്യഭാമയുടെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണല്ലോ എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നതെന്ന്. അപ്പം ഇത് എന്ന് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസമുള്ള സാക്ഷര കേരളം എന്നൊക്കെ അഭിമാനം കൊള്ളുന്ന പുളകം കൊള്ളുന്ന നമ്മുടെ നാട്ടിലാണ് ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുന്ന സമയത്ത് സ്വയം ഈ പറയുന്ന അല്ലെങ്കിൽ താന്നു പോവുക അല്ലെങ്കിൽ ഈ പറയുന്ന തലകുനിച്ച് പോവുകയെ നിവൃത്തിയുള്ളൂ. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഒരുപാട് പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് വസ്തുവും കാറും സ്ത്രീധനവും ഒക്കെ വാങ്ങിയിട്ട് പിന്നെയും നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് കിട്ടാതാവുന്ന സമയത്ത് അവളെ കൊന്നു കളയുന്നു, മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള എത്രയോ കേസുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വിസ്മയ കേസുണ്ട്, ഈ പറഞ്ഞ ഉത്ര കേസുണ്ട്. അങ്ങനെ നിരന്തരമായി പാമ്പിനെ വരെ വെച്ച് കൊന്ന് അല്ലെങ്കിൽ കടിച്ചു കൊല്ലുന്നത്. വേണ്ടെങ്കിൽ വേണ്ട എന്ന് ആ വീട്ടുകാരോട് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് പോകൂ എന്ന് പറയാനുള്ളൊരു മനസാക്ഷിയെങ്കിലും കാണിക്കുക. അതുപോലും ഇല്ലാത്ത അവളുടെ പണമെല്ലാം വേണം, എന്നിട്ട് മറ്റൊരു ലൈഫിലേക്ക് പോവുക, എന്നിട്ട് ഞാൻ സ്നേഹിക്കുന്ന ഞാൻ കണ്ടെത്തിയ മറ്റൊരുത്തിയുമായിട്ട് നല്ല രീതിക്ക് അവളുടെ കാശ് വെച്ച് ജീവിക്കുക. എത്രമാത്രം തരം താഴ്ന്ന ചിന്തകളിലേക്കാണ് ഈ കേരളീയ സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം പുരുഷന്മാർ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. പുരുഷന്മാരെ മാത്രം പറയാൻ പറ്റത്തില്ല, നമ്മൾ സ്ത്രീകളിലേക്കും കടന്നു വരണ്ടേ. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ കേസായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മറ്റേതും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് ഭർത്താവിനെ കളഞ്ഞിട്ട് പോകുന്ന, കുട്ടിയെ കളഞ്ഞിട്ട് പോകുന്ന, കുട്ടിയെ കാമുകന്മാർക്ക് വേണ്ടി കൊല്ലുന്ന ഒരു കൂട്ടം. എനിക്ക് തോന്നുന്നു അതിന് ഈ പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കേസുകൾ സ്ത്രീയുടെ പക്ഷത്തു നിന്നും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും ഏത് തരത്തിലേക്കാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. മനസാക്ഷിയുള്ള ഒരു കൂട്ടം പാവ മനുഷ്യരാണ് ഇതിൽപ്പെട്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ കൂടെ നിന്ന് സ്നേഹിക്കാനും അല്ലെങ്കിൽ കുടുംബത്തെ മുന്നോട്ട് പോകാനും വേണ്ടി മാത്രം ജീവിക്കുന്ന, അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കുന്ന ഒരു കൂട്ടം നല്ലവരായിട്ടുള്ള മനുഷ്യരുണ്ട്. അത് ആണിലും ഉണ്ട് പെണ്ണിലും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ചവിട്ടി എറിഞ്ഞ് ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലേക്ക്. കാരണം അവർക്ക് മനസ്സിന് കട്ടി കുറവായിരിക്കും, അവരെല്ലാവരെയും ഭയങ്കര പെട്ടെന്ന് വിശ്വസിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കർശനമായിട്ടുള്ള നിയമവ്യവസ്ഥിതി കൊണ്ടുവരേണ്ടത് അതിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ചെറിയ ശിക്ഷാവിധികളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷമൊക്കെ ഈ പറയുന്ന ജയിലിൽ കിടക്കാനുള്ള സംഭവങ്ങൾ വിധിച്ചിട്ട് പോലും, വിധികൾ വന്നിട്ട് പോലും ഈ 10 വർഷമൊക്കെ നിസ്സാരമെന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാത്ത കാര്യം പുരുഷന്മാർ, അതായത് ഭർത്താക്കന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോട്ടെ എന്ന് വയ്ക്കുക. പക്ഷേ ഒരു സ്ത്രീ തന്നെ സ്ത്രീയെ കുറ്റപ്പെടുത്തുക, സ്ത്രീക്ക് തന്നെ മനസ്സിലാവാതിരിക്കുക എന്നൊരു സംഭവം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ആ കടന്നു ചെല്ലുന്ന സമയത്ത് അവളുടെ അമ്മായിയമ്മ അവളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നു. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു സ്ത്രീയാണെന്നിരിക്കെ, അപ്പം ഇത്രയും സഹിച്ച ഒരു സ്ത്രീ എന്താണ് ചിന്തിക്കേണ്ടത്? എനിക്കൊരു മരുമോളിനി കടന്നു വരുന്ന സമയത്ത് ഞാൻ ഇത്രയും യാതനകൾ അല്ലെങ്കിൽ ഇത്രയും വലിയ വേദനകൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ അമ്മായിക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടുള്ളതാണ്. കാരണം എങ്ങനെയാണ് ഒരു അമ്മായിയമ്മ മകളെ അല്ലെങ്കിൽ മരുമകളെ മകളായി നോക്കേണ്ടതെന്നൊരു സംഭവം ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അതിലപ്പുറത്തേക്ക് എന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അമ്മായിയമ്മ ഈ പറയുന്ന കൊണ്ട് നടന്നത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട്, അതെല്ലാം എൻ്റെ മരുമകളോട് ഞാൻ കാണിച്ചിട്ട് എനിക്കെപ്പോഴും വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന മനോരോഗികളായിട്ടുള്ള കുറച്ചധികം അമ്മായിമാരും ഇവിടെ ഉണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരൊക്കെ എന്ന് മാറും, എന്നാണ് ഇവരുടെ ചിന്താഗതി മാറുന്നതെന്ന് അറിയത്തില്ല. നമ്മളെപ്പോഴും പറഞ്ഞതുപോലെ മരുമക്കളെ മക്കളായിട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമില്ല. പക്ഷെ അതുപോലെ ചെയ്യുന്ന ഒരു കൂട്ടം നല്ല അമ്മായിമാരും ഇവിടെ ഉണ്ടെന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. അത് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമായിട്ട്, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മക്കൾ തെറ്റ് ചെയ്താൽ, അവരുടെ ആൺമക്കൾ തെറ്റ് ചെയ്താൽ അവരെ തിരുത്താൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള നല്ലവരായിട്ടുള്ള അമ്മമാരായിരിക്കും, മീൻസ് അമ്മായിയമ്മമാരായിരിക്കും. അങ്ങനെയുള്ള ആൺമക്കൾ നന്നായി വരികയും ചെയ്യും. ഇത് വളർത്തു ദോഷത്തിൻ്റെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. ഈ പറയുന്ന അമ്മമാർ പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്, അച്ഛൻ പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്. ഇങ്ങനെ വളർത്തു ദോഷത്തിൻ്റെ ഒരു വലിയ ഘടകവും ഇതിനകത്തുണ്ട്. കാരണം എന്തിനെ സപ്പോർട്ട് ചെയ്യുക, പണത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, മക്കൾ കാണിക്കുന്ന എന്ത് താന്തോത്തരത്തിനും കൂട്ടു നിൽക്കുക, ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ ബലികേടായി പോകുന്ന ഒരു കൂട്ടം. അതുകൊണ്ട് ആദ്യം തീരുമാനം
എടുക്കേണ്ടത് നമ്മുടെ പെൺമക്കളെ ചോദ്യം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർ എത്ര തരുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുക, എത്ര വേണമെങ്കിലും തരാം, പക്ഷെ എൻ്റെ മകളെ മാത്രം ഞാൻ തരില്ല. ഇങ്ങനൊരു വാക്ക് പറയാൻ ഓരോ രക്ഷിതാക്കളും എപ്പോഴാണോ കൂടുതലായിട്ട് കരുത്ത് കാണിക്കുന്നത് അന്ന് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുള്ളൂ. അതിലപ്പുറത്തേക്ക് ഓരോ പെൺകുട്ടികളും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കല്യാണത്തിന് മുന്ന് അങ്ങനൊരു മാർഗത്തിലേക്ക് തിരിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയുള്ള കാലത്ത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് വോയിസ് കാണുള്ളൂ, നമുക്ക് സ്വാതന്ത്ര്യം കാണുള്ളൂ, ഈ കിടന്ന് കൈ നീട്ടേണ്ട അവസ്ഥ നിൽക്കുള്ളൂ. അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മാറ്റേണ്ടതുണ്ട്. ഓരോ പെൺകുട്ടിയും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി എല്ലാ ആണായാലും പെണ്ണായാലും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ആരെങ്കിലും വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഇന്നലേ വേണ്ട എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഇതുപോലുള്ള ആത്മഹത്യകൾ ഈ കേരളത്തിൽ കുറയ്ക്കാൻ കഴിയും.